എൻ്റെ നാട്ടിൻപുറത്ത് കേട്ടുവന്നിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ കഥയിലെ ഉള്ള ആളുകൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ യഥാർത്ഥ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ഈ കഥാപാത്രങ്ങൾക്ക് എൻ്റേതായ പേര് നൽകിയാണ് ഞാനിവിടെ പറയുന്നത്. 80കളുടെ മധ്യം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണിന്ന്. അവിടെ പാപ്പനകോട് പാപ്പച്ചൻ്റെ കഥാപ്രസംഗം ഇന്നുണ്ട്. രാത്രി 9 മണിയോടുകൂടിയാണ് കഥാപ്രസംഗം ആരംഭിക്കുന്നത്. അച്ഛനോട് പണി കഴിഞ്ഞ് നേരത്തെ വരുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും അനിയത്തിയും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃത്യം 8:30 അച്ഛൻ വീട്ടിലെത്തി. കൃത്യം 8:30 തന്നെ അച്ഛനെത്തി. ശേഷം ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് തിരിച്ചു. കഥാപ്രസംഗം കാണുവാൻ മുന്നേ തന്നെ ആളുകൾ പായും തോർത്തുമായി സ്ഥലം പിടിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് മുൻനിരയിൽ തന്നെ കഥാപ്രസംഗം നേരിൽ കാണുവാനായി സ്ഥലം കിട്ടി. അന്നത്തെ സാമൂഹിക വിഷയങ്ങളാണ് കഥാപ്രസംഗത്തിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അച്ഛനോടും അമ്മയോടും വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചു തുടങ്ങി. കഥാപ്രസംഗം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വന്നപ്പോഴുള്ള സന്തോഷം എനിക്ക് തിരികെ പോകുമ്പോൾ ഇല്ലായിരുന്നു. കുറച്ചു ദൂരം നടന്നു തുടങ്ങിയപ്പോൾ തന്നെ വീടിൻ്റെ അടുത്ത് ഓട്ടോ ഓടിക്കുന്ന രാഘവൻ ചേട്ടൻ അതുവഴി വരികയും ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി നിർത്തുകയും ചെയ്തു. രാഘവൻ ചേട്ടൻ്റെ ഭാര്യയും മകളും ഓട്ടോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതിനാൽ ഓട്ടോയിൽ സ്ഥലം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വണ്ടി കയറ്റി വിട്ടതിന് ശേഷം അച്ഛൻ പറഞ്ഞു ഞാൻ നടന്നു വന്ന് കൊള്ളാമെന്ന്. മഴ വഴി വീട്ടിലേക്ക് എളുപ്പമെത്താമെന്ന് കരുതി ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചു. വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീയുടെ ദുർമരണം നടന്നതിനാൽ രാത്രികാലങ്ങളിൽ മന വഴി ആരും തന്നെ പോകാറില്ല. എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് തീരെ വിശ്വാസം കുറവാണ്. മുന്നോട്ട് നടന്ന് ഞാൻ മനയുടെ മുന്നിലെത്തി. അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച എൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന ആ മനയ്ക്ക് മുന്നിൽ ഒരു സ്ത്രീ ഇരുന്ന് നാമം ജപിക്കുന്നു. ഞാൻ എൻ്റെ 2 കണ്ണുകളും തിരുമ്മി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. പിന്നീട് ഞാൻ ആ സ്ത്രീയെ അവിടെ കണ്ടില്ല. എൻ്റെ തോന്നലാകുമെന്ന് കരുതി ഞാൻ മുന്നോട്ട് നടന്നു. എൻ്റെ പുറകെ ആരോ പിന്തുടരുന്നത് പോലെ തോന്നി. ഞാൻ പുറകിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. മുന്നോട്ട് നടക്കും തോറും പുറകിലുള്ള കാലടി ശബ്ദങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇവരുടെ ഭയം അരിച്ചു കയറുവാൻ തുടങ്ങി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണെന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അതാ എൻ്റെ പുറകിലൊരു സ്ത്രീ പുറം തിരിഞ്ഞു നിൽക്കുന്നു. ഞാൻ അവളോട് നീ ആരാണെന്ന് ചോദിച്ചു. ഒരു മറുപടിയും അവളിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. മെല്ലെ ഞാൻ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ ചുമലിൽ കൈവച്ചതിന് ശേഷം ആരാണെന്ന് ചോദിച്ചു. ഉടനെ അവൾ എൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ കാഴ്ച കണ്ട് എൻ്റെ സർവ്വനാഡീവ്യൂഹങ്ങളും തരിച്ചു നിന്നുപോയി. ആ സ്ത്രീക്ക് മുഖമില്ലായിരുന്നു. ഭയം എൻ്റെ ആത്മാവിനെ മുഴുവനായി വിഴുങ്ങിയിരിക്കുന്നു. ഉടനെ ഒരു ഭയത്തോടെ തന്നെ അലറിക്കൊണ്ട് ദൈവശക്തിയിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പരദൈവങ്ങളെ വിളിച്ച് മനംനൊന്ന് പ്രാർത്ഥിച്ചു. പൂർവികരുടെ പുണ്യമോ എന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു. ഞാൻ ആ വഴിയിലൂടെ മുന്നോട്ട് ഓടുവാൻ തുടങ്ങി. ഓടി എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഞാൻ എത്തിപ്പെട്ടു. ഞാൻ ചെന്ന് വാതിൽ മുട്ടി. ഉറക്കച്ചടവോടെ എൻ്റെ ഭാര്യ വാതിൽ തുറന്നു. അകത്ത് കയറി അവരോട് ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയമായിരിക്കുന്നു. 11 മണിയോടുകൂടി ആ വഴി നടന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ സമയം 3:30. ഇത്രയും സമയം ഞാൻ എവിടെയായിരുന്നു? എനിക്ക് തന്നെ അച്ഛന് അന്നുണ്ടായ അനുഭവം എന്താണെന്ന് ഇന്നും അദ്ദേഹത്തിന് വിവരിക്കാൻ സാധിക്കുന്നില്ല. മനയിരുന്ന സ്ഥാനത്ത് ഇന്ന് കമ്പനികൾ വന്നു. അച്ഛൻ ഭയന്നോടിയ വഴികൾ ഇന്ന് ടാറിട്ട വൻ റോഡുകളായി.
പ്രേതങ്ങളും ഭൂതങ്ങളും ദുരാത്മാക്കളും മല്ലു ഹൊറർ എന്ന ഈ ചാനലിലെ ഓരോ കഥകളായി ഒതുങ്ങുന്നു. ഇത്തരം ഹൊറർ കഥകൾക്കായി മല്ലു ഹൊറർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.